Now it's time for inauguration. Let's welcome Mr. Wilson, the convener of Cork Pravasi Association, onto the stage. Hello, കോർക്കിലെ സുഹൃത്തുക്കളെ, കോർക്ക് പ്രവാസിയുടെ 8ാമത് ആഘോഷമാണ് നമ്മൾ ഇന്നിവിടെ ഈസ്റ്റർ വിഷുവായി ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിലേക്ക് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ ആദ്യമായി ഈ ആഘോഷത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വിശിഷ്ടാതിഥി ഫ്രാൻസിസ് എൽദോസ് വർഗീസിനെ നമ്മളുടെ എല്ലാവരുടെയും പേരിൽ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛന് എത്തിച്ചേരാനായിട്ട് അല്പം താമസമുണ്ടെന്നാണ് പറയുന്നത്. എങ്കിലും അദ്ദേഹം അധികം താമസിയാതെ എത്തിച്ചേരുന്നതായിരിക്കും. നമ്മളുടെ കോർക്കിലെ വികാരിയായ നീലങ്കാവിൽ ഫ്രാൻസിസ് അച്ഛനെയും ഈ സന്ദർഭത്തിൽ ഞാൻ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളുടെ ഈസ്റ്റർ വിഷു ആഘോഷം വളരെ നല്ലൊരു ആഘോഷമാക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കുഞ്ഞുമക്കളെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും കോർക്ക് പ്രവാസി അസോസിയേഷൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മൾക്ക് നല്ല ഭക്ഷണം നൽകാനായി എത്തിയിട്ടുള്ള സാൾട്ട് ആൻഡ് പെപ്പർ, അതുപോലെ നമ്മൾക്ക് നല്ല സംഗീതം നൽകാനായി ഇവിടെ എത്തിയിട്ടുള്ള സോൾ ബീറ്റ്സ്, അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കളുടെ പ്രോഗ്രാമുകളെല്ലാം വീഡിയോയിലാക്കുവാനായി എത്തിയിട്ടുള്ള ഹെവൻ ആർട്സിനും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ദീപം തെളിയിച്ച് നമ്മളുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി ഫാദർ എൽദോസ് വർഗീസിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കൂടെ കോർക്ക് പ്രവാസി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ നജിൻ, സെക്രട്ടറി റോയ്, വൈസ് പ്രസിഡന്റ് സജോഷ് എന്നിവരെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കോർക്കിലുള്ള എല്ലാ മലയാളി സഹോദരങ്ങൾക്കും ഈസ്റ്റർ വിഷു ആശംസകൾ നേരുന്നു. ഒരു കാര്യം, നമ്മൾ ഇവിടെ ഒരു പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ദയവായിട്ട് അവിടെ നിൽക്കുന്നവരെല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്കൊന്ന് മുമ്പോട്ട് കയറിയിരിക്കുക. നമുക്ക് പരിപാടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി കോർക്ക് പ്രവാസി അസോസിയേഷൻ്റെ ഈസ്റ്റർ വിഷു പ്രോഗ്രാം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. मेरे दिन में मुत्तारी
ദൈവനാമം മഹത്വപ്പെടട്ടെ. കോർക്ക് പ്രവാസി അസോസിയേഷൻ്റെ 8ാമത് പ്രോഗ്രാമായിരിക്കുന്ന ഈസ്റ്റർ വിഷു പ്രോഗ്രാമിൽ എത്തിച്ചേരുവാനായിട്ട് എനിക്ക് വലിയ ഭാഗ്യം ലഭിച്ചു എന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കോർക്കിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഞാൻ പലയിടത്തും വന്നിട്ടുണ്ട് എങ്കിലും ഇതുപോലുള്ള ഒരു പ്രോഗ്രാമിൽ എല്ലാവരെയും ഒന്നിച്ച് കാണുവാനായിട്ട് സാധിച്ചു. അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. നമ്മുടെ ഈ പരിപാടി അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം അനേകം ആളുകളുടെ പ്രയത്നം, അനേകം ആളുകളുടെ പ്രാർത്ഥന, അനേകം ആളുകളുടെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത്. നമ്മുടെ സ്വദേശം വിട്ട് നമ്മൾ മറ്റൊരു ദേശത്തായിരിക്കുമ്പോഴും ആ മലയാളത്തിൻ്റെ, ആ കേരളത്തിൻ്റെ തനിമയും ആ രുചിയും സ്നേഹവും എല്ലാം പങ്കിടുവാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും ഇതുപോലുള്ള വർഷത്തിൽ 1, 2 അല്ലെങ്കിൽ 3 ദിവസം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ആ ദിവസത്തെ ഏറ്റവും ശ്രേഷ്ഠകരമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് കടന്നിരുന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഇന്ന് 2 വിശേഷതകളുടെ അല്ലെങ്കിൽ 2 സന്തോഷപ്രദമായ ഉത്സവങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഈസ്റ്റർ ആയിരുന്നു, വരുന്ന ആഴ്ചയിൽ വിഷുവാണ്. ഈ 2 ഉത്സവങ്ങളുടെയും കറക്റ്റ് നടുവിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. ഈ ദിവസത്തിൽ നമുക്ക് ഇവിടെ എത്തിച്ചേരുവാനും നമുക്ക് ഒന്നിച്ചു കൂടുവാനും ചേരുമ്പോൾ ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ആഘോഷങ്ങൾ നമുക്ക് തരുന്ന ഒരു സന്ദേശം, ഈ ആഘോഷങ്ങൾ നമുക്ക് തരുന്ന ഒരു മെസ്സേജ്, അത് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയാകും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത സംഗതിയാണ്. അതുപോലെയാണ് ഇന്ന് ഈ വിഷു ഈസ്റ്റർ പ്രോഗ്രാമിൽ വന്നു ചേരുന്ന നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ എല്ലാവർക്കും ഒന്നിച്ച് ചേരുവാനായിട്ട് സാധിച്ചു. അതിലെല്ലാവരും സന്തോഷിക്കുന്നു. എന്നാൽ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടു ചെന്നെത്തുവാൻ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് നമുക്ക് എത്തിക്കുവാൻ പറ്റുന്ന ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് വലിയ ഒരു പ്രാധാന്യമുള്ള സംഗതിയാണ്. ഈസ്റ്റർ എല്ലാവരും ആഘോഷിച്ചു. കർത്താവായ യേശു തമ്പുരാൻ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന് പാപികളായ നമ്മെ രക്ഷിച്ചു. ആ വലിയ സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമായ സ്നേഹത്തിൻ്റെ പ്രതീകമായ ഒരു വലിയ പെരുന്നാളാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ഈസ്റ്ററിൽ സംബന്ധിച്ച് നിങ്ങളെല്ലാവരും അന്ന് എല്ലാവരും ഏറ്റുപറഞ്ഞ ഒരു സംഗതിയാണ് ഹീസ് റൈസ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത്. ആ കർത്താവ് നമുക്ക് തരുന്ന ജീവിതത്തിൽ നമുക്ക് തരുന്ന ഒരു വലിയ പ്രത്യാശയുടെ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു പ്രത്യാശയുടെ അനുഭവമാണ് കർത്താവിൻ്റെ ഉത്ഥാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ ഈസ്റ്റർ ദിനത്തിൽ അല്ലെങ്കിൽ ഈ ഈസ്റ്റർ ദിനത്തിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രത്യാശയാണ് നമുക്ക് ഉള്ളത്, എന്ത് പ്രത്യാശിക്കുവാനാണ് നമുക്കുള്ളത് എന്നുള്ളത് ഒന്ന് സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ്. ഇപ്പോൾ പ്രോഗ്രാമിൽ വന്നു ചേർന്നിരിക്കുന്ന ആളുകൾ ദയവായിട്ട് നിങ്ങൾ നിശബ്ദരായിരിക്കുക. ഞാൻ പറയുന്ന സംഗതി ഇതൊരു മെസ്സേജാണ്. അത് നല്ലതായാലും നിങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് നല്ലതാണെങ്കിൽ ഉൾക്കൊള്ളുക. അതുകൊണ്ട് ദയവായിട്ട് സംസാരിക്കാതിരിക്കുക. ഈ പ്രോഗ്രാം നിങ്ങളൊരു ചടങ്ങായിട്ട് മാത്രം കാണരുത്. ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് വിരോധമൊന്നും തോന്നരുത്.
നിങ്ങൾ സഹകരിക്കുക. നിങ്ങൾക്കറിയാം, ഇന്നത്തെ ദിവസത്തിൽ ഇതിനേക്കാൾ കൂടുതൽ വലിയ പ്രാധാന്യമുള്ള സംഗതികളുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് ദയവായിട്ട് ഒരു 15 മിനിറ്റ് സമയം നിങ്ങളൊന്ന് ശാന്തമായിരുന്നാൽ സന്തോഷമായിരിക്കും. ഈ ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പ്രത്യാശയുടെ സുദിനമാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യാശയുടെ സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനെ യൂതന്മാർ പിടിച്ചുകൊണ്ടുപോയി പീഡയേൽപ്പിച്ച് ക്രൂശിൽ തറച്ച് കൊല്ലുമ്പോഴും തങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള വലിയ ഒരു ഭയത്തിൻ്റെ, ആ ഒരു ഭീതിയുടെ നിഴലിൽ ആയിരിക്കുന്ന ശിഷ്യന്മാർ കുറച്ചു പേര് അവരുടെ സ്വന്തം ജീവിതം രക്ഷപ്പെടുത്തുവാനായിട്ട് അവർ ഒളിക്കുന്നു. ചിലർ ഒരു മുറിയിൽ അടച്ചിട്ട് മൗനമായിട്ട് പേടിച്ച് അവർ ഒളിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഭീതിയുടെ നിഴലിൽ വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവം പ്രദാനം ചെയ്തുകൊണ്ടാണ് കർത്താവ് ഉദ്ധാനം ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവിനെ കണ്ട ശിഷ്യന്മാരുടെ അനുഭവം, അവർ വളരെ സന്തോഷഭരിതരായി എന്നാണ് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷഭരിതരായി, അവർ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. എന്താണ് അവിടെ അവർക്ക് ഇത്രമാത്രം ആനന്ദമുണ്ടാകുവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, അവർക്ക് ഉണ്ടായ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം. പ്രിയമുള്ളവരെ, കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് എത്രയോ പേർക്ക് ആനന്ദവും പ്രത്യാശയും സന്തോഷവും നൽകിയെങ്കിൽ, നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുവാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. മരിച്ചവരും അല്ലെങ്കിൽ മൃതശരീരവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയാം. മൃതശരീരവും മനുഷ്യനും തമ്മിലുള്ള, ജീവനുള്ള മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം, മൃതശരീരം അതിന് പ്രതികരണമില്ല, പ്രതികരണശേഷിയില്ല. ഇതുപോലെ തന്നെയാണ് സമൂഹത്തിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കണമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സമൂഹത്തിൽ പ്രതികരണശേഷിയില്ലാതെ, സമൂഹത്തിൽ മറ്റുള്ളവരുമായി യാതൊരു ബന്ധവുമില്ലാതെ, സമൂഹത്തിൽ മറ്റുള്ളവരോട് സ്നേഹം പങ്കിടുവാൻ കഴിയാതെ ഒരു കൂരയ്ക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന ആളുകളെക്കുറിച്ചും ഇത് തന്നെയാണ് പറയുവാനായിട്ടുള്ളത്. മൃതരായിട്ട് ഇരിക്കാതെ നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുവാനായിട്ട് ഇടയാകണം. അതാണ് ഈ ഈസ്റ്റർ സന്ദേശത്തിൽ പ്രത്യേകമായിട്ടും എനിക്ക് പറയുവാനായിട്ടുള്ളത്. പരസ്പരം സ്നേഹിക്കുന്നവരായി തീരണം. ഈ ചെറിയ ഒരു രാജ്യമാകുന്ന കേരളത്തിൻ്റെ അത്രയും വലിപ്പത്തിലുള്ള ഈ ചെറിയ രാജ്യത്തിൽ നമ്മൾ മലയാളികൾ കൂടിയാൽ ഒരു 2000 പേരുണ്ടെന്ന് വെച്ചു. ഈ 2000 പേരിൽ എത്ര പേർ തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലുമാണ് എന്നുള്ളത് നിങ്ങൾ പരസ്പരം ഒന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഈ ഒരു ചെറിയ സമൂഹത്തിൽ നമുക്ക് ഈസ്റ്റർ സന്ദേശമായിട്ട് ലഭിക്കുന്നത് ക്രിസ്തു നൽകുന്ന ആ ആനന്ദത്തിൻ്റെ പ്രത്യാശയുടെ ഒരു അനുഭവമായിരിക്കണം. ഈ പ്രോഗ്രാമിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നവരും സന്തോഷം പങ്കിടുന്നവരും ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നവരുമായിരിക്കണം. ഇന്നിവിടെ കുഞ്ഞുങ്ങൾ ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു, സോൾ ബീറ്റ്സ് ഗാനമേള അവതരിപ്പിക്കുന്നു. ഇവരെല്ലാം പ്രദാനം ചെയ്യുന്ന അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ കൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുക, നിങ്ങളുടെ പ്രശംസകൾ കൊണ്ട് അവർ സന്തോഷിക്കുക. പരസ്പരം സന്തോഷിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആ സന്തോഷം പങ്കിടുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ഇതേ സന്തോഷത്തിൻ്റെ ദിവസമാണ് വിഷു എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വിഷു എന്ന് പറഞ്ഞാൽ അത് ഒരു ഹൈന്ദവ ആചാരമായിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. പക്ഷേ ഹിന്ദു എന്ന് പറയുന്നൊരു മതമാണോ? ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. ഭാരതത്തിൻ്റെ സംസ്കാരമാണ് ഹിന്ദു എന്ന് പറയുന്ന ഹൈന്ദവ സംസ്കാരം. ഞാനും നിങ്ങളും എല്ലാവരും ഹിന്ദു സംസ്കാരത്തിൽ അടിത്തറയിൽ പണിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ സംസ്കാരത്തിലുള്ള നമുക്കെല്ലാവർക്കും വിഷു ആഘോഷിക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. വിഷു എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും ഭൂമധ്യരേഖയിൽ ഒരേ തുല്യ അളവിൽ, തുല്യ നേർരേഖയിൽ വരുന്ന ദിവസമാണ് വിഷു എന്ന് പറയുന്നത്. അത് ഇനി മറ്റ് ഒരു രീതിയിൽ ചിന്തിച്ചാൽ വിഷു എന്ന് പറയുന്നത് ഭൂമിയുടെ ജന്മനാളാണ് അല്ലെങ്കിൽ ജന്മദിനമാണ് എന്നൊരു ഐതിഹ്യം കൂടി ഉണ്ട്. കേരളത്തിൽ മാത്രമല്ല വിഷു ഉള്ളത്.
കർണാടകയിലും ആന്ധ്രയിലും എല്ലാം അതിന് പറയുന്ന പേര് യുഗാന്തി എന്നാണ്. പഞ്ചാബിൽ അതിന് പറയുന്ന പേര് വൈശാഖി എന്നാണ്. ആസാമിൽ അതിന് ബിഹു എന്ന് പറയും. തമിഴ്നാട്ടിൽ അതിന് പറയുന്ന ചിത്തിര എന്ന്. ഇത് ഭൂമിയുടെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ്. നമ്മൾ ആചരിക്കുന്ന ഒരു ഫലപ്രദമായ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കാലം നമുക്ക് തരുന്നതിൻ്റെ ഭൂമിയെ ജന്മദിനമായിട്ട് നമ്മൾ കാണുന്ന ഒരു ദിവസമാണ് വിഷു എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിൽ ഉൾപ്പെട്ട എല്ലായിടത്തും ഉള്ള ഒരാഘോഷമാണ്. ഈ വിഷുവിന് നമ്മൾ കണി വയ്ക്കുന്നത് അരി, അതുപോലെ മറ്റ് നമ്മുടെ പച്ചക്കറികളും, പിന്നെ ഒരു കണ്ണാടി അതിന് മുമ്പിൽ വയ്ക്കും, ശ്രീകൃഷ്ണൻ്റെ പ്രതിമ വയ്ക്കും, പിന്നെ എന്തൊക്കെ വയ്ക്കും? ഒരു ഗ്രന്ഥക്കെട്ട് വയ്ക്കും, സ്വർണം വയ്ക്കും, പുതിയ കോടി മുണ്ട് വയ്ക്കും. ഇതെല്ലാം വിഷു കണിയായിട്ട് നമ്മൾ കാണുന്നത്. എന്താണ് അതിൻ്റെ സാരാംശമെന്ന് ചോദിച്ചാൽ, വിഷു എന്ന് പറയുന്നത് അതൊരു സമൃദ്ധിയുടെ, ഒരു സന്തോഷത്തിൻ്റെ വലിയ ഒരു അനുഭവമാണ്. കണ്ണാടി അവിടെ വെച്ചിരിക്കുന്നത്, ആ കണ്ണാടിയിൽ ഈശ്വരനെയും കാണാം, എന്നെയും കാണാം. ആ കണ്ണാടിയിൽ കൃഷ്ണൻ്റെ പ്രതിമയും കാണാം, എന്നെയും കാണാം. ആ രണ്ട് വ്യക്തികളും, അതായത് ദൈവത്തിൽ നമ്മൾ ഒന്നായി ചേരുന്ന ഒരു വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിട്ടാണ് വിഷു നമുക്ക് കാണുന്നത്. അതുകൊണ്ട് വിഷു എന്ന് പറയുന്നത് ഒരു നിസ്സാര ഒരു ഉത്സവമല്ല. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ സന്തോഷപ്രദമായ, പരസ്പരം സ്നേഹം പങ്കിടുന്നതായ, നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം ദൈവത്തിന് സമർപ്പിക്കുന്നതായ സന്തോഷപ്രദമായ ദിവസമാണ് വിഷു എന്ന് പറയുന്നത്. അതുകൊണ്ട് വിഷുവിൻ്റെ ദിവസത്തിലും ഈസ്റ്ററിൻ്റെ ദിവസമാണെങ്കിലും ഈ രണ്ട് കാലങ്ങളും വരുന്നത് നമുക്ക് വസന്തകാലത്താണ്. വസന്തകാലത്താണ് ഇത് രണ്ടും വരുന്നത്. മരങ്ങളെല്ലാം, ഇവിടെയാണെങ്കിൽ മരങ്ങളെല്ലാം ഇല കൊഴിച്ചു, പുതിയ പുതിയ നാമ്പുകൾ വരുന്നു. നാട്ടിലാണെങ്കിൽ അതുപോലെ തന്നെയാണ്. നാട്ടിലും ഇലയെല്ലാം കൊഴിഞ്ഞ് പുതിയ പുതിയ നാമ്പുകൾ വന്ന് വിഷു കൊന്നയെല്ലാം പൂത്തു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ഇവിടെയും നമുക്ക് വിഭിന്നമല്ല. ഈ നാട്ടിലായിരിക്കുന്ന നമുക്കും ഭാരതീയ സംസ്കാരത്തിൽ വളർന്നവരായ നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള നാടുകളിൽ വന്നെത്തുമ്പോൾ ഭാരതീയമായ ആചാരങ്ങളും സംസ്കാരങ്ങളും നമ്മുടെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു തരത്തിലുള്ള ആളുകളായിട്ട് മാറിപ്പോകാതെ എല്ലാവരും ആ ഭാരതത്തിൻ്റെ മക്കളാണ്, ഒന്നാണ് എന്ന് വിളിച്ചു ഓതുവാൻ വേണ്ടിയാണ് ഇന്നിങ്ങനെ ഒരു പ്രവാസി അസോസിയേഷൻ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈസ്റ്റർ, വിഷു ദിവസങ്ങൾ സന്തോഷത്തിൻ്റെ ദിവസമായി അത് കണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ ഈ വിഷു ഈസ്റ്റർ ദിനത്തിൽ പ്രത്യാശയുടെ ഒരു ദിവസം കൂടിയാണ് എന്ന് ഞാൻ പറഞ്ഞു. കാരണം വിഷുവിൽ നമ്മൾ ദൈവത്തിന് നമ്മെ സമർപ്പിക്കുന്നു, നമ്മുടെ എല്ലാ ഭൂയിഷ്ടമായ എല്ലാ കാര്യങ്ങളും നമുക്ക് സമർപ്പിക്കുന്നു. വരുന്ന ഒരു വർഷമായിട്ട് നിങ്ങൾ കാണണ്ട, വരുന്ന കാലം മുഴുവൻ സമ്പൽ സമൃദ്ധിയായിട്ട് ജീവിക്കണം. ആ ഒരു പ്രത്യാശ നമുക്ക് ഉള്ളിൽ വേണം. അത് ഈ വിഷു ദിനത്തിൽ അല്ലെങ്കിൽ ഈസ്റ്റർ ദിനത്തിൽ ഇതൊന്ന് പുതുക്കുവാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങളെല്ലാം നമ്മൾ സന്തോഷപ്രദമായിട്ട് കൂടുന്നത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സന്തോഷം പങ്കിടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് സന്തോഷം പങ്കിടുന്നത്? പല ചെറുപ്പക്കാരെല്ലാം ഇന്ന് സന്തോഷം പങ്കിടുന്നത് മറ്റൊരു തരത്തിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഒരു സത്യം. നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നമുക്ക് നേർബുദ്ധി ഉണ്ടായിരിക്കണം, നമുക്ക് ശുദ്ധമായ ബുദ്ധി ഉണ്ടായിരിക്കണം. പക്ഷേ തെറ്റായ ഒരു ധാരണയുടെ പുറത്ത് നമ്മുടെ യഥാർത്ഥ ബുദ്ധിയെ മന്ദീഭവിച്ചുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല എത്രമാത്രം സന്തോഷിക്കാൻ പറ്റുമെന്ന്. അതല്ല സന്തോഷം. നമുക്ക് ഉള്ളതിനെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൽ ഒന്നായി ചേർന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ വിഷു ഈസ്റ്റർ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമായി തീരണം, പരസ്പരം സ്നേഹിക്കുന്നവരായി തീരണം. ഇവിടെ നിന്നും പോകുമ്പോൾ എല്ലാവരും ഒരേ അമ്മയുടെ മക്കളായി ഈ ഭാരതത്തിൻ്റെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ആ ഭാരതീയ മണ്ണിൻ്റെ മണവും തനിമയും എല്ലാം രുചിച്ചറിഞ്ഞ മക്കളായിട്ട് ഇവിടുന്ന് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് വിഷു ആയാലും ഈസ്റ്റർ ആയാലും
ഏത് സന്തോഷ ദിവസങ്ങളായാലും നമുക്കെല്ലാവർക്കും പരസ്പരം സ്നേഹിക്കുവാനുള്ള ആ ഒരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അത് ഇന്ന് അതിനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി ഇവിടെ പ്രവാസി അസോസിയേഷൻ നമുക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നല്ല ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും അതുപോലെ സമ്പൽ സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈസ്റ്റർ വിഷു ആശംസകൾ ഞാൻ നേരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ കടന്നു വരുവാൻ എനിക്ക് ഇടയായ ഈ പ്രവാസി അസോസിയേഷൻ്റെ ചുമതലക്കാരോടും നിങ്ങളെ കാണുവാനിടയായതിൽ പ്രത്യേകം ദൈവത്തോടുമുള്ള നന്ദിയും സ്നേഹവും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ വിഷു ആശംസകൾ നേരുന്നു. നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടി പരസ്പരം സ്നേഹിക്കുന്നവരായി തീരട്ടെ എന്ന് പ്രത്യേകിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.